ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചായക്കടിയാണ്. സംഭവം വളരെ സിമ്പിളാണ്, കുറഞ്ഞ ചേരുവകളും മതി. പക്ഷേ കറക്റ്റ് ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ നാടൻ തരി കേക്ക് അല്ലെങ്കിൽ വെട്ടുകേക്ക് എന്ന് പറയലുണ്ട്, അതാണ് കേട്ടോ. പാൽ കേക്ക് അല്ല കേട്ടോ, വെട്ടുകേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്തിട്ട് വിജയിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയൊരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വറുത്ത റവയല്ല കേട്ടോ, വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പ്ലസ് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കറക്റ്റ് മധുരമായിരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 5 or 6 ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ആ ഒരു പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര പൊടി കൂടെ ഈ ഒരു മൈദ റവ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ ഇതുപോലെ മിക്സ് ആക്കി എടുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി മാവ് കുഴച്ചെടുക്കാനുള്ള പാത്രത്തിലേക്ക് ഒരു ചെറിയ 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. കൂടുതൽ വേണ്ടിട്ട് എത്ര മതി. ഇതിലേക്ക് കുറച്ച് നെയ്യാണ് വേണ്ടത് കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ ഉരുക്കാത്ത നെയ്യാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ആ ഒരളവുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഈ ഒരു ഐസ് ക്യൂബിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ അത്യാവശ്യം ഒന്ന് മിക്സായി ഇങ്ങനെ വരുന്ന സമയത്ത് അടുത്ത ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ട് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇങ്ങനെ ആക്കി എടുക്കുന്നത് സമയത്ത് നെയ്യ് നല്ലൊരു ക്രീമി രൂപത്തിലായിട്ട് കിട്ടും. അത് നമ്മൾ ഈ ഒരു തരിക്കേക്കിന് നല്ലൊരു ടെക്സ്ചർ, നല്ലൊരു ടേസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ കിട്ടും കേട്ടോ. അത് മുഴുവനായിട്ട് ഇങ്ങനെ മിക്സാക്കി വരുന്ന സമയത്ത് ഇതാ നല്ല ബട്ടറൊക്കെ മിക്സാക്കി എടുത്തോളം നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ ആ ഒഴിച്ചിട്ടുള്ള നെയ്യിൻ്റെ ആ ഒരു ടെക്സ്ചറേ അല്ല കേട്ടോ, അതിൽ നിന്ന് മൊത്തത്തിലങ്ങ് മാറ്റം വന്നിട്ടുണ്ട്. ഇതുപോലെ ആവുന്ന സമയത്ത് ഐസ് ക്യൂബ് ബാക്കിയുണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ഈ ഒരു നെയ്യിൻ്റെ കൂട്ടിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ റവ പഞ്ചസാരയുടെ കൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ സമയത്ത് വെള്ളം ഒഴിക്കരുത്. കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം തിരുമ്മി എടുക്കണം. അതായത് ഇതുപോലെ വേണമെങ്കിൽ 2 കൈ ഉപയോഗിച്ചിട്ട് ആ ഒരു നെയ്യിൻ്റെ നനവ് ഈ ഒരു പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു സ്റ്റേജ്. പിന്നെ നമുക്കിത് ഒരു മഞ്ഞ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 2 തുള്ളി മഞ്ഞ കളറും കൂടെ ആക്കാം കേട്ടോ. ഇതുപോലെ നല്ലോണം ഇങ്ങനെ തിരുമ്മി കുഴച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇത്രയും പൊടി ഉണ്ടല്ലോ, അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ അങ്ങ് ഒഴിക്കാമെന്ന് വിചാരിക്കരുത്. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ച് നോക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ മാക്സിമം മതിയാവും കേട്ടോ. നോക്കിയിട്ട് മതി, 2-3 മതിയാവും. അതിൽ കൂടുതൽ വേണ്ടി വരില്ല. അതായത് 1/2 കപ്പ് വെള്ളം പോലും വേണ്ടി വന്നിട്ടില്ല. ഓൾറെഡി ആ ഒരു നെയ്യിൻ്റെ നനവുണ്ടാവും. പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കും. അതാ ഈ ഒരു രീതിയിൽ. ഒരുപാട് ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതിൽ തന്നെയായിരിക്കും ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം ഒന്നങ്ങ് നല്ലോണം മിക്സാക്കി ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ. എന്നിട്ട് ലാസ്റ്റ് കയ്യിൽ ഒരു ഇത്തിരി നെയ്യോടൊന്ന് തടവിയിട്ട് അതിൻ്റെ മേലേക്ക് ഒന്നങ്ങ് തടവി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അതെന്തായാലും വെക്കണേ, കാരണം എന്നാലേ നമ്മൾ വിചാരിച്ച ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരത്തി എടുക്കണം ഇനി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു മുഴുവൻ മാവും ഞാൻ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു കട്ടിയിലാണുള്ളത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ. ആ 2 കപ്പ് മാവ് മുഴുവൻ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. 2 പാർട്ടാക്കിയിട്ടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ റോൾ വെച്ചിട്ട് ഒരുപാട് ഇങ്ങനെ നൈസാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് നല്ലോണം നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി സംഭവം. കാരണം ഒരുപാട് ഇങ്ങനെ മിനുസപ്പെടുത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് ഒതുക്കി കൊടുത്താൽ മതി. അത്യാവശ്യം ഒരു കനത്തിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം വേണമെങ്കിൽ 2 സൈഡൊന്ന് കട്ട് ചെയ്ത് കളയട്ടെ, കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഏത് വലുപ്പത്തിലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ചൊന്ന് ഇതുപോലെ മുറിച്ചെടുത്താൽ മതി. കത്തിയിൽ വേണമെങ്കിൽ ഇത്തിരി നെയ്യ് തടവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുവിലൂടെ ചെറിയൊരു വെട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്നില്ലെങ്കിൽ നേരെ ഞാൻ അടുത്തതിൽ കാണിക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഈ ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേഗം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം എടുത്ത പണി വേസ്റ്റ് ആയി പോകും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് മീഡിയം ഫ്ലെയിമിലുള്ള ചൂട് മതി കേട്ടോ. ചൂട് കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് മാറി ചുവന്ന് വരും. പക്ഷെ ഉൾഭാഗം വെന്തിട്ടേ ഉണ്ടാവില്ല, കാരണം അത്യാവശ്യം കട്ടിയുള്ള മാവല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തീയിൽ ഒരു 3 മിനിറ്റൊക്കെ ഇതുപോലെ ആകുമ്പോഴേക്കും മേലെന്ന് ഇങ്ങനെ അങ്ങ് പൊങ്ങി വരും. അത്യാവശ്യം മേലേക്ക് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ടോട്ടൽ ഒരു 10 മിനിറ്റ് എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് നോക്കി തന്നെ ചെയ്യണേ.
അങ്ങനെ അത്യാവശ്യം ഫ്രൈ ആയി ഈ ഒരു കളറൊക്കെ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് എടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കറുത്ത കളറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, അപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന് ചൂടാറുമ്പോൾ ഒന്നുകൂടെ അങ്ങ് മുറുകിക്കോളും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാവ് കുഴയ്ക്കുന്ന സമയത്തൊരു 2 തുള്ളി മഞ്ഞ കളറാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാവും കേട്ടോ. അത് പരത്തി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള ആ സെയിം മാവല്ല കേട്ടോ. ആ മാവ് വെച്ചിട്ട് ഏകദേശം ഒരു 10-12 എണ്ണമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇതിപ്പോൾ വേറെ കുഴച്ചെടുത്താണ്. അപ്പോൾ അതിൽ വേറെ ഒരു വ്യത്യാസമില്ല, ഒരു 2 തുള്ളി മഞ്ഞ കളറും കൂടെ ചേർത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ ആ ഒരു കട്ടി എന്തായാലും അത്ര തന്നെ എടുത്തിട്ടുണ്ട്, ഷേപ്പ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുഭാഗത്ത് ഇതാ ഈ ഒരു രീതിയിലാണ് ചെറിയൊരു വെട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും 2 അറ്റത്തും മുറിഞ്ഞു പോവാതെ നടുവിൽ മാത്രമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഫ്രൈ ആയി വരുന്ന സമയത്ത് നല്ല ഇങ്ങനെ ആ ഒരു പിളർന്നിങ്ങനെ വരുന്ന ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടെക്സ്ചർ ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഉണ്ടാവണം, അതായത് ഭയങ്കര മിനുസായിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഫ്രൈ ആയി വരുന്ന സമയത്തും ആ ഒരു ചെറിയ ഒരു ക്രാക്ക് ഉണ്ടാവില്ല, അത് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ട് സക്സസ് ആവാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ എപ്പോഴും ഒരു ബാച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ബാച്ച് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് തീ വേണമെങ്കിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് ഓഫ് ആക്കിയിട്ടാ കേട്ടോ. കാരണം അത്രയും നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കളറ് മാറിപ്പോകും, പക്ഷെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. നമുക്ക് വലുത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ചെറുതാണെങ്കിൽ ചെറിയ പീസായിട്ട് അങ്ങ് മുറിച്ച് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു രീതിയിലത്തെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. എന്നിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് കുറച്ച് സമയം കൂടെ, മൊത്തത്തിലൊരു 10 മിനിറ്റ് എന്തായാലും വേണ്ടി വരും. അത് എടുത്തെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ പിന്നെ മഞ്ഞാവുന്ന സമയത്ത് കുറച്ചുകൂടെ ഒരു ഭംഗിയാണ് കേട്ടോ ശരിക്കും ഫ്രൈ ആയി വരുന്ന സമയത്തും കഴിക്കാനൊക്കെ. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. അപ്പോൾ അതുപോലെ മൊത്തത്തിൽ ഈ ഒരു അത്യാവശ്യം ഒന്ന് കളർ മാറി വരണം കേട്ടോ, ഒന്നങ്ങ് നല്ല ക്രിസ്പി ആവണം. പക്ഷെ നമ്മളിതിപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് പോലെ തോന്നുള്ളൂ. പക്ഷെ അത് പുറത്തെടുത്ത് ഇതിൻ്റെ ചൂടാറുന്ന സമയത്താണ് കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ട് ക്രിസ്പി ആയിട്ട് വരിക. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇത് ഫ്രൈ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉൾഭാഗം ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയ പോലെ ആവും. പക്ഷെ കുറച്ച് ചൂടാറി കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് മുറിക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവും ഉള്ളിലൊന്നും വേവാത്ത പ്രശ്നമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചൂടാറിയിട്ട് കഴിക്കുന്ന സമയത്ത്. ഇത് ശരിക്കും നമ്മൾ ആ ഒരു വെട്ട് കേക്ക് ചായക്കടയിലൊക്കെ ചില്ലുംകൂട്ടിലൊക്കെ ഉണ്ടാകുന്ന കുറച്ചൊരു ഉണ്ട ഷേപ്പിലാണ് ഉണ്ടാവില്ല, അത് നമ്മളിങ്ങനെ ആക്കിയെന്നുള്ളൂ. പക്ഷേ വേറൊരു റെസിപ്പി ഉണ്ട്, പാൽ കേക്ക് കിട്ടും നമുക്ക് സാധാരണ കടകളിൽ നിന്നൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ. ആ റെസിപ്പി അല്ല കേട്ടോ ഇത്, അതിൽ കുറച്ചുകൂടെ ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. ഷേപ്പൊക്കെ ഏകദേശം ഇതുപോലെയാണ്. ആ റെസിപ്പി നമുക്ക് പിന്നീട് എന്തായാലും ചെയ്യാം. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ കേട്ടോ ഒന്ന് പ്രസ് ചെയ്യണേ. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ട് സക്സസ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്ത് നോക്കട്ടെ, എന്തായാലും ഉഷാറായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടതുപോലെ തന്നെ ഇത്രയും കട്ടിയിലാണ് നമ്മൾ ഫ്രൈ ചെയ്തത്, പക്ഷേ ഉള്ളിൽ വേവാത്ത പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്